ഹലോ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അത് എപ്പോഴും ഷോർട്സാണ് ഇടാറ്. ഞാനിപ്പോൾ ലോങ് വീഡിയോ ഇട്ടെന്നുള്ളൂ, പക്ഷെ വേഗം വേഗം തീർക്കുന്നുണ്ട്. എല്ലാവർക്കും അത് ലാഗ് അടിക്കും എന്നെനിക്കറിയാം. അപ്പോൾ ഞാനൊരു സ്പെഷ്യൽ മന്തി ഉണ്ടാക്കി. അപ്പോൾ അതൊരു ഷോർട്സിലിട്ട് കാണിക്കേണ്ട ഒരു മന്തിയായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു വെറൈറ്റി മന്തി ഞാൻ എൻ്റെ രീതിയിൽ ഉണ്ടാക്കിയതാണ്, അല്ലാണ്ട് ഞാൻ യൂട്യൂബ് ചാനൽ നോക്കിയിട്ടൊന്നും ഉണ്ടാക്കിയതല്ല. കാരണം എനിക്ക് ഒരു ഐഡിയയിൽ തോന്നി എങ്ങനെയൊക്കെയോ ഞാൻ ഉണ്ടാക്കി. കാരണം കുറേ ടൈം എടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇത്. ഒരു ഐഡിയ ഇല്ലാണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് കേട്ടോ. അപ്പം ഞാൻ സവാളയും തക്കാളി ക്യാപ്സിക്കം പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി അവക അരിയിലും ചതക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ചിക്കൻ വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി. എന്നിട്ട് പാനിൽ ഞാൻ ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ പട്ട തക്കോലം അവക സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ മന്തിയിൽ അതൊന്നും ചെയ്യില്ല, എല്ലാം ഇടില്ല, പക്ഷെ ഞാൻ എല്ലാം ഇട്ട് സംഭവം അടിപൊളി ആയതുകൊണ്ടും സക്സസ് ആയതുകൊണ്ടാണ് ഞാൻ ചാനൽ ഇട്ടതെന്ന് തന്നെ. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ, പക്ഷേ ഇടണോ വേണ്ടേ എന്ന് ആലോചിച്ചിട്ട് ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടാണ് ഇട്ടത്. കുറച്ച് സവാള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ അരി ഒരു 20 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിട്ടിട്ട് നന്നായിട്ട് ഇളക്കി, നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കണ പോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ 3 കപ്പ് അരി എടുത്താരം കൊണ്ട് അത് 3 കപ്പ് തന്നെ വെള്ളം എടുത്ത്, അതിൽ കൂടുതലാൻ പാടില്ല. 3 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കെറ്റിലിൽ. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം കെറ്റിലിൽ ആ 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ്. ആ ഒഴിച്ചതിന് ശേഷം ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് അടച്ച് വെച്ച്. അപ്പം കറക്റ്റ് 3 കപ്പ് വെള്ളം ഒഴിക്കുന്നത് കൊണ്ടും ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് കൊണ്ടും ശരിക്കും മന്തിയുടെ റൈസ് പോലെ തന്നെ വിട്ട് എന്തായാലും കിട്ടും. ഓക്കെ, ഇപ്പോൾ അരിയുടെ വേവ് പോലെ നോക്കിയിട്ട് വേണം കേട്ടോ ഓരോരുത്തർ ചെയ്യണമെങ്കിൽ. അപ്പം ഞാൻ എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നേരം കൊണ്ട് നമ്മളെ ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കണം. ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചിക്കൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ ആദ്യം ഞാൻ അരിഞ്ഞ് വെച്ചതിന് ശേഷമാണ് റൈസ് ആക്കാൻ നിന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചിക്കനും റൈസൊക്കെ നമ്മൾ ആദ്യം വെള്ളത്തിലിട്ട് വെക്കുക. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത് ഞാൻ അടച്ച് വെച്ചതിന് ശേഷം ഞാൻ വേവൊക്കെ നോക്കി കുറച്ച് ഇടയ്ക്കിടയ്ക്ക് വേവ് നോക്കുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ വിട്ട് കിട്ടുന്ന ഒരു സ്റ്റേജ് ആയപ്പോൾ ഞാൻ എന്താക്കി ഒരു ചെറിയൊരു വേവ് കുറവ് നിൽക്കണം, കാരണം അത് ദമ്മ് പോലെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അങ്ങനെ അടച്ച് ഞാൻ മാറ്റി വെച്ചിട്ട് വേറെ പാൻ വെച്ചിട്ട് അതിലേക്ക് ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടാണ്. സവാള ഇങ്ങനെ വഴറ്റി നന്നായിട്ട് വരുമ്പോൾ ശരിക്കും ചില്ലി ചിക്കനൊക്കെ ഒരു ഫ്ലേവർ പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ ഫ്ലോപ്പ് ആവുമോ വിചാരിച്ചു, പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സവാള നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം 2 ചിക്കൻ്റെ മാഗി ക്യൂബ് ഇട്ട് അത് കഴിഞ്ഞിട്ട് തക്കാളിയും ക്യാപ്സിക്കം ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടാണ്. എന്നിട്ട് നമ്മൾ ടൊമാറ്റോൻ്റെ പേസ്റ്റ് ഇല്ലേ അതും കൂടി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കുറേ പുളിപ്പാവില്ലേ, ഒരു പുളിപ്പും ഉണ്ടായില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ആ പേസ്റ്റ് ഇട്ട് കുറച്ച് കുരുമുളകും കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാണ് അതിട്ടിട്ട് നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുത്ത് നന്നായിട്ട് വഴറ്റി വരണം. ഭയങ്കരമായിട്ട് ലാഗാക്കാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. വഴറ്റി വന്നതിന് ശേഷം അരിഞ്ഞ് വെച്ച് ചിക്കൻ എടുത്തിട്ട് നന്നായിട്ട് അതും വഴറ്റിയെടുത്ത് കുറച്ച് ചിക്കൻ ഞാൻ വേറെ മസാല തിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇത് കാണിച്ചിട്ടില്ല. എന്നിട്ട് എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചിക്കൻ എടുത്ത് നന്നായിട്ട് വഴറ്റി വന്നിട്ട് അടച്ച് വെച്ച്, എന്നിട്ട് ഇത്തിരി തൈര് ഒഴിച്ചിട്ടാണ് പിന്നെ അടച്ച് വെച്ചത്. എന്നിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, തിളച്ചൊത്തിരി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് കുറുക്ക് പോലെ ആയപ്പോൾ അതിൽ നിന്ന് ചിക്കൻ എടുത്ത് മാറ്റിയിട്ട് ചിക്കൻ സെപ്പറേറ്റ് റോസ്റ്റ് പോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മുരിച്ചെടുക്കാൻ വേണ്ടി ചിക്കനുകളെല്ലാം പറക്കിയെടുത്തിട്ടാണ്. എന്നിട്ട് ഈ ഗ്രേവി ഞാൻ എടുത്ത് വെച്ച്, എന്നിട്ട് ഈ പാനിൽ നമ്മൾ എണ്ണ ഒഴിച്ച് ഈ എടുത്ത് മാറ്റി വെച്ച എല്ലാ ചിക്കനും ഓരോന്നാക്കി ഇട്ടിട്ട് ഞാനത് ഫ്രൈ ആക്കിയെടുത്ത്. അപ്പം ഞാൻ ഈ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾ മസാല തേച്ചിട്ട് ചിക്കനും അതിൻ്റെ കൂടെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്കൊരു ഐഡിയയിലാണ് ഉണ്ടാക്കിയത്, പക്ഷേ ഇത് ടേസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും മന്തി കഴിക്കുന്ന അതേ ടേസ്റ്റും കിട്ടി. അന്നൊരു വേറൊരു വെറൈറ്റി മന്തി കഴിച്ചൊരു ടേസ്റ്റാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ ചോറെടുത്ത് പകുതിയോളം മാറ്റിയിട്ട് നമ്മൾ ആ ഗ്രേവി എടുത്തിട്ട് അതൊഴിച്ചു, ദമ്മൊക്കെ ചെയ്യില്ല അതുപോലെ ഒഴിച്ച് അതിൻ്റെ മുകളിൽ നമ്മളെടുത്ത് വെച്ച ചോറ് തിരിച്ചിട്ട്, എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനെല്ലാം വെച്ച് 2-3 പച്ചമുളക് കുത്തി വെച്ച്, ഉണക്കനാരം കൊണ്ടിട്ടില്ല കേട്ടോ. എന്നിട്ട്
നടുക്കൊരു നമ്മൾ ഇത്തിരി നീക്കി വെച്ചിട്ട് നമ്മൾ സ്മോക്ക് ചെയ്യാനുള്ള സെറ്റപ്പാക്കി വെച്ച്. സ്മോക്ക് ചെയ്യാനുള്ള സെറ്റപ്പാക്കി വെച്ചതിന് ശേഷം ഞാനൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാനത് കുറച്ച് നേരം ഓണാക്കിയിട്ട് പിന്നെ അത് അടച്ചു വെച്ചിട്ട് തിന്നണ നേരമായപ്പോഴാണ് പിന്നെ ഞാനത് എടുത്തത് കേട്ടോ. പിന്നെ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് പറയണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ കണ്ടിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്പീഡാവും. ഞാനിതൊരു ഐഡിയ ഇല്ലാണ്ട് ചെയ്തതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്ത്, നല്ല രീതിയിൽ ടൈം എടുത്ത്. കാരണം എനിക്കൊരു ഐഡിയ ഇല്ലാണ്ട് ഉണ്ടാക്കിയതുകൊണ്ടാണ്. ഞാൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള പൂതി കൊണ്ടാണ് റൈസിന് വെച്ചതും ചിക്കൻ എടുത്ത് വെച്ചതും. പക്ഷേ പിന്നെ നേരെ ഐഡിയ മാറ്റിയതാണ്. സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനത് എന്താ പറയുക വീഡിയോ ആയിട്ട് കാണിച്ചില്ല. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.